പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ഒരു ഉമ്മ ഒരു കുട്ടിയുടെ ജീവിതം തകർത്തതിനെ കുറിച്ച്. നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോഴേ ഇവിടെ വരുന്ന ആളുകൾ പറയുന്ന കഥകളും ഓരോ അനുഭവങ്ങളും കേൾക്കുമ്പോൾ നോർമലായിട്ട് നമ്മൾ കേൾക്കാറുള്ള പല കഥകളുണ്ടല്ലോ. നോർമലായിട്ട് ഭർത്താവ് അടിക്കുന്നു, കുത്തുന്നു, ഭാര്യ മറ്റുള്ളവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നു, അങ്ങനെയുള്ള പല പ്രശ്നം നമ്മൾ നോർമലി കേൾക്കുന്നതാണ്. അതൊന്നും ഇപ്പം നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മളെല്ലാവരും അനുഭവിക്കുന്നവരാണ്. അയൽവാസികളിലും മറ്റും നമ്മുടെ കുടുംബത്തിലും നമ്മൾ കാണുന്നവരാണ്. എന്നാൽ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പെൺകുട്ടി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാണാൻ വേണ്ടി വന്നിരുന്ന് ആ കുട്ടി ഒരുപാട് അങ്ങ് പൊട്ടിക്കരഞ്ഞു. ഒരുപാട് കരഞ്ഞു, സങ്കടം സഹിക്കാൻ വയ്യാതെ അങ്ങോട്ട് കരഞ്ഞു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ, ജീവിതം വലിയ പ്രയാസത്തിലാണ്, ഒന്ന് രക്ഷപ്പെടുത്തി തരണം. അപ്പം ഞാൻ ചോദിച്ചു, എന്തു പറ്റി? ആ മോളിനോട് പറഞ്ഞ കഥ വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തി എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തി. ഇത് കേൾക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ഭുതപ്പെടുമോ ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിത് വലിയ ക്യൂരിയോസിറ്റി ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ചില കഥകൾ നിങ്ങളോട് പങ്കുവെക്കണമെന്ന് തോന്നും. അത് ചില ആളുകളുടെ കഥ കേൾക്കുമ്പോൾ ഇത് 20 മീഡിയയിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെയും ജനങ്ങൾ ജീവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ അറിയണം എന്ന് കരുതിയിട്ട് ആണ് ചില കഥകൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. ഈ കുട്ടിക്ക് ഞാനിപ്പോൾ കുട്ടി എന്ന് വിളിക്കുന്നത് ചെറിയ പ്രായം ഉണ്ടായത് കൊണ്ടൊന്നല്ല, ഞാനങ്ങനെ അഭിസംബോധന ചെയ്യുന്നേ ഉള്ളൂ. ഈ വന്ന ആൾക്ക് കുറച്ച് പ്രായമുണ്ട്. കല്യാണപ്രായം എത്തി നിൽക്കുന്ന സമയത്ത് ഈ മകൾക്ക് കല്യാണക്കാര്യം ഒരുപാട് നല്ല 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 കല്യാണക്കാര്യം ഒരുപാട് വരുന്നുണ്ട്. പക്ഷേ കാണാൻ അഴകുണ്ടായത് കൊണ്ടാവാം, അല്ലെങ്കിൽ വലിയ കുടുംബമാണെന്ന് അറിഞ്ഞത് കൊണ്ടാവാം ഒരുപാട് കല്യാണക്കാര്യം വരുന്നുണ്ട്. പെട്ടെന്നൊരു ദിവസം ഈ കുട്ടിയുടെ വാപ്പ എപ്പോഴും പറയുമായിരുന്നു, എൻ്റെ മകളെ നല്ലൊരു പൊസിഷനിലുള്ള ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം, വലിയ വീട്ടിലേക്ക് കല്യാണം കഴിപ്പിക്കണം, നല്ല സന്തോഷത്തോടുകൂടി ജീവിക്കുന്നവരിലേക്ക് കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. എന്നാരാ പറയണത്? എൻ്റെ അടുത്ത് വന്ന ഈ മോളാ പറയണത്, കുട്ടിയുടെ വാപ്പാനെ കുറിച്ച്. പക്ഷേ ഈ വാപ്പ ഈ മകളെ കൊണ്ടുപോയി പെടുത്തിയ ഒരു പെടുത്തൽ, ആളിന്ന് ജീവിച്ചിരിക്കുന്നില്ല. അള്ളാഹു ഖബർ സന്തോഷത്തിലായി കൊടുക്കട്ടെ. മരിച്ചു കഴിഞ്ഞിട്ട് പോലും സ്വന്തം വാപ്പയെക്കുറിച്ച് ഒരു നല്ല വാക്ക് പറയാൻ ഈ മകൾക്ക് കഴിയുന്നില്ല. കാരണം ഇദ്ദേഹം വലിയ ആർത്തിയുള്ള വ്യക്തിയായിരുന്നു എന്നീ മകൾ പറയുന്നു. സമ്പത്തിനോട് പണമുണ്ടാക്കണം പണമുണ്ടാക്കണം പണമുണ്ടാക്കണം, ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിസിനസ്, പണം, അധികം, ഇങ്ങനെ വളരെ ഒരു അത്യാഗ്രഹിയായിരുന്നു ഈ വാപ്പ എന്നാണ് ഈ മകൾ പറയുന്നത് വാപ്പാനെ കുറിച്ച്. ഒരു കച്ചവടത്തിലോ ബിസിനസ്സിലോ എന്തിലോ കോടികൾ ഒരാളിൽ നിന്നും വാങ്ങിയിട്ട് അത് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ നോക്കണം നിങ്ങൾ. നമ്മളൊക്കെ നമ്മളുടെ മകളെ അല്ലെങ്കിൽ നമ്മളുടെ മക്കളുടെ ജീവിതം ഏറ്റവും മനോഹരമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുന്നു. എന്നാൽ ഈ മകൾ ഒരു ബലിയാടാവുകയാണ് ഇവിടെ. കാരണം വാപ്പ മേടിച്ച പണം അത് കൊടുക്കാനില്ലാതെ വന്നപ്പോഴേ പകരം ഇദ്ദേഹം ആവശ്യപ്പെട്ടത്, കൊടുക്കാനുള്ള പണം മുഴുവൻ ഒഴിവാക്കാം, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരികയാണെങ്കിൽ നിങ്ങൾ എനിക്ക് തരാനുള്ള കാശൊന്നും തരണ്ട. സുബ്ഹാനല്ലാഹ്, എത്രയോ കോടികൾ ഈ മനുഷ്യന് കൊടുക്കാനുണ്ട്. അവസാനം പണത്തിനോടുള്ള മോഹമാണോ, അതല്ലെങ്കിൽ പെട്ടെന്ന് ഈ കടങ്ങളൊക്കെ വീട്ടാനുള്ള ആഗ്രഹം കൊണ്ടാണോ എന്തോ അറിയില്ല, ഈ വാപ്പ ഈ മകളെ ഇദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നിലവിൽ ഈ ആൾക്ക് 2 ഭാര്യയും അതിൽ 2 മക്കളുമുണ്ട്. 2 ഭാര്യമാരും നിലവിൽ അതിൽ മക്കളുമുണ്ട്. അപ്പോൾ ഇനി മൂന്നാമത്തതാണ് ആര് കല്യാണം കഴിക്കാൻ പോണത്? ഈ മകളെ ചോദിച്ച ഈ കല്യാണം നടക്കുകയാണെങ്കിൽ മൂന്നാമത്തെ കല്യാണം. എങ്ങനെയുണ്ട് പരിപാടി? കൊടുക്കാനുള്ള കാശ് കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാതെ സ്വന്തം വാപ്പ മകളെ കൊടുക്കാനുള്ള കാശിന് പകരമായിട്ട്
കല്യാണം കഴിച്ചു കൊടുക്കുന്നു. ഞാനിത് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, സത്യം പറയാലോ, വല്ലാത്തൊരു അതിശയം തോന്നിപ്പോയി. എനിക്ക് മക്കളുണ്ട്, നിങ്ങൾക്കും മക്കളുണ്ടാവും. നമ്മൾ എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും നമ്മളെ മക്കളുടെ ജീവിതം വെച്ച് നമ്മൾ കളിക്കുമോ? ഈ മകൾ പൊട്ടിക്കരയുന്നു. ശരി, മകളെ എൻ്റെ മുന്നിൽ എത്തിക്കാൻ കാരണം എന്താണ്? ഈ മോളെ കാണാൻ നല്ല അഴകും സൗന്ദര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. മക്കൾക്ക് അത്യാവശ്യം പഠിക്കുകയാണ്, അത്യാവശ്യം വലുപ്പമുള്ള മക്കളായി. പക്ഷേ ഇന്ന് ആ ഭർത്താവിൽ നിന്നും സ്നേഹമില്ല, പരിഗണനയില്ല, ഒന്നുമില്ല. ഈ ഭർത്താവ് ഇന്ന് ആ പെൺകുട്ടിനെ നോക്കണില്ല, ഈ വന്ന സ്ത്രീയെ നോക്കുന്നില്ല, ചെലവിന് കൊടുക്കുന്നില്ല. ആരോടും പരാതി പറയാൻ വയ്യ. സങ്കടം ആരോട് പറയും? ഇയാൾക്ക് 2 ഭാര്യമാരുള്ളത് സ്വന്തം വാപ്പ മറച്ച് വെച്ചിട്ടാണ് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം 2 ഭാര്യമാർ നിലവിലുള്ളത് അറിഞ്ഞാൽ കല്യാണം കഴിക്കാൻ മോള് സമ്മതിക്കൂല എന്ന് ആർക്കറിയാം? വാപ്പാക്കറിയാം എന്നാണ് മകൾ പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പണത്തിന് പകരം ഈ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു. മകൾ ജീവിച്ച് പകുതി എത്തിയപ്പോഴാണ് വേറെ 2 ഭാര്യമാരും അതിൽ മക്കളും ഉണ്ടെന്ന് അറിയുന്നത്. എന്തായിരിക്കും? ആദ്യമായിട്ട് പഠനമൊക്കെ കഴിഞ്ഞ് നല്ല വിദ്യാഭ്യാസമുള്ളൊരു മോള് ആദ്യമായിട്ട് ഒരാൾക്ക് കഴുത്ത് നീട്ടി കൊടുക്കുന്നത് 2 വിവാഹം ചെയ്ത ഒരാൾക്കാണ്. പ്രായം കൊണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ വാപ്പയുടെ സമ്മർദ്ദം കൊണ്ട് മകൾ കല്യാണം കഴിക്കേണ്ടി വന്നു. ഇവിടെ ഒരു കാര്യം, ഇന്നത്തെ കാലഘട്ടത്ത്, ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ വാപ്പാരും ഉമ്മാരും പറയുന്നത് അനുസരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അയ്യോ, എൻ്റെ വാപ്പ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയി. ഇന്ന് അത്തരം കാലഘട്ടത്തിൽ ജീവിക്കുന്നത് ആളുകൾ വളരെ വിരളമാണ്. നമുക്കതറിയാം അല്ലേ? ആദ്യമൊക്കെ നമ്മുടെ വാപ്പ ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ അവരൊന്ന് നോക്കിയാൽ മതി, നമ്മൾ ഡൗൺ ആയി പോകും, അല്ലെങ്കിൽ അവർ ദേഷ്യം വന്ന് നമ്മൾ ആ ഭാഗത്തേക്ക് പോകില്ല. ഇന്ന് മക്കളെ കാണുമ്പോൾ മക്കളെ പേടിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുടെ കാലമാണ്. ഈ കാലഘട്ടത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ കല്യാണം നടക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു, അല്ലേ? ശരിയല്ലേ? ഈ കാലഘട്ടത്തിൽ, ഈ ഒരു 2K കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നത് എങ്കിൽ ഒരിക്കലും ആ പെൺകുട്ടി കഴുത്ത് നീട്ടി കൊടുക്കില്ലായിരുന്നു. കാരണം മൊബൈൽ, ഇൻസ്റ്റഗ്രാം ഇതൊക്കെ ഉള്ള കാലം അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ബന്ധം അവൾ തന്നെ കണ്ടുപിടിച്ച് ജീവിതം തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഇന്ന് മരിച്ചുപോയ വാപ്പാനെ സ്നേഹത്തോടു കൂടി ഓർക്കാൻ ഒരു ഓർമ്മയും ആ വാപ്പയും മകൾക്ക് സമ്മാനിച്ചിട്ടില്ല. കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയിട്ടുണ്ടെങ്കിലും ആ വളർത്തിയതിനേക്കാൾ കൂടുതൽ കഷ്ടത്തിലേക്കാണ് ആ വാപ്പ മകളെ കൈ പിടിച്ചുയർത്തിയത്. ആ കല്യാണം കഴിച്ച ഭർത്താവ് പറയാ, ഈ കുട്ടിയുടെ മുഖത്തോക്കി പറയാണത്ര, എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, എടി നിന്നെ ഞാൻ പണയ വസ്തുവായിട്ട് എടുത്തതാ. എങ്ങനെ? നിന്നെ ഞാൻ പണയ വസ്തുവായിട്ട് എടുത്തതാ, ഇതിലും നല്ലത് എനിക്ക് ആ കാശ് കിട്ടലായിരുന്നു എന്ന്. എനിക്ക് ആ കാശായിരുന്നു ഇതിലും നല്ലത്. കാരണം ആ കാശ് കൊടുക്കാനുള്ള സമയത്ത് ഈ പെണ്ണിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്, ചേലുണ്ട്, അഴകുണ്ട്, നിറമുണ്ട്, എല്ലാം കൊണ്ടും അടിപൊളി മോളാണ്. ഇന്നിപ്പോൾ 2 പെറ്റു, 3 പെറ്റു. ഇന്നിപ്പോൾ എന്തായി? ഒരു ഉമ്മയായി, വാർദ്ധക്യത്തിൽ പ്രായമായല്ലോ. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇദ്ദേഹത്തിന് എപ്പോഴും ആ ഒരു ചെറുപ്പം നിലനിൽക്കണമെന്ന് വാശി പിടിച്ചാൽ നടക്കുമോ? നടക്കൂലല്ലോ. അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതുപോലെ കണ്ടുമുട്ടിയിട്ടുണ്ടോ? അല്ലാഹു ആലം. എന്നിട്ട് ഈ സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദേ, എന്തിനാണ് ഇസ്ലാമിൽ 4 വിവാഹം വരെ കഴിക്കാമെന്ന് പറഞ്ഞത്? 4 വിവാഹം വരെ ഇസ്ലാമിൽ കഴിക്കാൻ എന്തിനാണ് പറഞ്ഞത് ഉസ്താദ്? അതുകൊണ്ടല്ലേ ഞങ്ങളെപ്പോലത്തെ ആളുകൾ വളരെ പ്രയാസത്തിൽ പെടുന്നത് എന്ന്. പക്ഷേ ഏത് സിറ്റുവേഷനിലാണ് വിവാഹം കഴിക്കേണ്ടതെന്നും വിവാഹം കഴിക്കുമ്പോൾ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങളെന്നും ഇസ്ലാം പറയുന്നുണ്ട്. വെറുതെ പോയിട്ട് 4 കെട്ടാനല്ല ഇസ്ലാം പറയണത്. ഒന്നിനെ തന്നെ നോക്കാൻ കഴിവില്ല, ഒരാളെ തന്നെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നില്ല, പിന്നെ ഓനെങ്ങനെ 2, 3, 4 കെട്ടുക? അപ്പോൾ ഇസ്ലാം അതിൻ്റേതായ വ്യക്തമായ അടിസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഏതായിരുന്നാലും പെണ്ണ് വന്നത് എന്തിനാണെന്നറിയോ? ഉസ്താദെ, ഒന്നിരിക്കും അയാൾ ഇന്നൊന്ന് ഒഴിവാക്കി തരണം, ഈ ആളൊന്ന് ഒഴിവാക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ ഇനി മക്കളെയും പൊന്നു പോലെ നോക്കണം, എനിക്ക് ചിലവിന് തന്നാൽ മതി, എൻ്റെ മക്കളെ പഠനവും എൻ്റെ മക്കളെ നോക്കിയാൽ മതി, എനിക്ക് മറ്റ് ഒരു സുഖങ്ങളും അയാളിൽ നിന്നും വേണ്ട, അതൊക്കെ ഞാൻ മാറ്റി വെക്കാം. അതൊന്നും ഇല്ലത്രേ. ഒരു ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ റൂമിൽ കൂടുന്ന ഒരു കലാപരിപാടി അവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇയാൾ വരും, എപ്പോഴെങ്കിലും വരും, മൃഗങ്ങളെപ്പോലെ പെരുമാറിയിട്ട് പോകും.
കല്യാണം കഴിച്ച സമയത്തിൽ പൊന്നും കുടം കൊണ്ട് നടക്കുന്നത് പോലെ കൊണ്ടു നടന്നത് ഈ പെണ്ണിനെ. പൊന്നും കുടം. അങ്ങനെ കുറേ ആളുകൾക്ക് അനുഭവം ഉണ്ടാവും. എങ്ങനെ കല്യാണം കഴിഞ്ഞ സമയത്ത് നിലത്ത് വെക്കാതെ കൊണ്ടു നടന്ന കുറേ ആൾക്കാരുണ്ടാവും അല്ലേ? നമ്മൾ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞ് നിലം തൊടാതെ കൊണ്ടുനടന്ന കുറേ ആൾക്കാരുണ്ടാവും. അതുപോലെ സുഖവും സന്തോഷവും അനുഭവിച്ച ഒരുപാട് പെങ്ങന്മാർ, ഉമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. നിങ്ങൾ അങ്ങനെ അനുഭവിച്ചിട്ട് ഇന്ന് നിങ്ങൾക്ക് വളരെ വേദനകരമായ ജീവിതമാണ് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉസ്താദേ, ഇന്ന് എൻ്റെ ജീവിതം വളരെ പ്രയാസത്തിലാണ്, ആദ്യം നല്ല രീതിയിലായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ ഭർത്താക്കന്മാരുണ്ടെങ്കിൽ അവരും കമൻറ്റ് ചെയ്യണം. പറഞ്ഞു വരുന്നത്, ഈ കുട്ടിയുടെ സൗന്ദര്യം കണ്ടിട്ടായിരിക്കാം ഒരു പക്ഷേ കോടികൾ എഴുതി തള്ളി ഈ പെണ്ണിനെ കല്യാണം കഴിച്ചത്. അല്ലാതെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ച് നോക്കാനുള്ളൊരു താല്പര്യം കൊണ്ടോ അല്ലെങ്കിൽ ലോലമായ ഹൃദയം ആയതുകൊണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ വലിയ പ്രയാസമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് പ്രതിവിധി പറഞ്ഞു കൊടുത്തു. ഉസ്താദുമാരടുത്ത് പോയിട്ട് എങ്കിലും ഇയാളുടെ സ്വഭാവം നന്നായിരുന്നെങ്കിൽ എന്ന് ഈ കുട്ടി ആഗ്രഹിക്കുകയാണ്. എന്നാൽ രസം എന്താണെന്ന് കേൾക്കണം നിങ്ങൾ. എൻ്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരുപാട് ഉസ്താദുമാരുടെ അടുത്ത് പോയിട്ടുണ്ട് ഈ കുട്ടി. ഇതൊക്കെ ആർക്കറിയാം? ഈ വ്യക്തിക്ക് അറിയാം. ഈ വ്യക്തിക്ക് അറിയാം ഈ ഉസ്താദുമാരുടെ അടുത്ത് പോകുന്നതും ഇയാളുടെ സ്വഭാവം നന്നാകാൻ വേണ്ടി ചെയ്യുന്നതൊക്കെ അറിയാം. പക്ഷെ ഇയാൾ പറഞ്ഞെന്താ അറിയോ? ഇത് ഏത് സ്ഥലത്ത് പോയിട്ടും എനിക്ക് ഇങ്ങനെ പെരുമാറാൻ അറിയുള്ളൂ, എനിക്കിങ്ങനെ അങ്ങനെ പെരുമാറുള്ളൂ, അത് എവിടെ പോയിട്ടും കാര്യമില്ല എന്ന് ഇയാൾ വെല്ലുവിളിച്ചിരിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ കാണുന്നത് പോലെ ഈ കല്യാണം കഴിച്ച സഹോദരനും ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അങ്ങനെ കാണാൻ ഇടയായാൽ പൊന്നു സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഇസ്ലാമിൽ ഒരു പെണ്ണിൻ്റെ കണ്ണീര് നിങ്ങൾ എത്ര മാത്രം കഷ്ടപ്പാടിലേക്ക് ദുരിതത്തിലേക്ക് പോകുമെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ കല്യാണം കഴിച്ചത് 1, 2, 3 കല്യാണം നിങ്ങൾ കഴിക്കാതെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അവരെ പൊന്നുപോലെ നോക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെടുത്താനാണെങ്കിൽ നിങ്ങൾ എന്തിനാ പൊന്നു സഹോദര വിവാഹം കഴിച്ചത്? ദയവ് ചെയ്ത് ഈ പെൺകുട്ടി വന്നതുപോലെ നിങ്ങളുടെ ആദ്യത്തെ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയും മറ്റുള്ള ഉസ്താദന്മാരടുത്ത് പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി അഭയം തേടി എന്തെങ്കിലും ഇതുപോലെ നിങ്ങൾ സ്നേഹത്തിലാകും ചെയ്യുന്നുണ്ടോയെന്ന് അറിയില്ല. കാമം തീർക്കാൻ ഒരു പെണ്ണിനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന് ഇന്നത്തെ കാലത്ത് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. എന്തിനാണ് വെറുതെ ഇസ്ലാമിൻ്റെ പേരും പറഞ്ഞ് മറ്റുള്ളവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ മഹർ കൊടുത്ത ഒരു പെണ്ണാണെങ്കിൽ അവരെ മഹർ കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് അവരെ എങ്ങനെ സംരക്ഷിക്കാമെന്നുള്ളത്. പൈസക്ക് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും നിങ്ങൾ വിവാഹം കഴിച്ചെങ്കിൽ നിങ്ങൾ ആ പെൺകുട്ടിക്ക് കൊടുക്കേണ്ട എല്ലാ പരിരക്ഷയും കൊടുക്കണം. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ 4 എണ്ണം കെട്ടാമെന്നുള്ള വാദവുമായിട്ട് നിങ്ങൾ എല്ലായിടത്തും പോയി പെണ്ണ് കെട്ടിയിട്ട് ഇതുപോലെ പെൺകുട്ടികളെ കണ്ണീര് കുടിപ്പിക്കരുത്. ഈ ശാപം ഈ ദുനിയാവിൽ നിന്ന് നിങ്ങളെ വിട്ടു പോകൂല. ഇന്നല്ലെങ്കിൽ നാളെ വല്ല അസുഖം വന്ന് കിടക്കേണ്ടി വന്നാൽ ചിലപ്പോൾ നിങ്ങൾ അടിക്കുകയും ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്ത ഈ പാവപ്പെട്ട സ്ത്രീകളെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അള്ളാഹു കാക്കട്ടെ. ഇതുപോലെ വേദന അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോൾ ഈ കഥ പറയാൻ കാരണം പല സ്ഥലങ്ങളിലും പോയി വിവാഹം കഴിച്ച് രഹസ്യമായി വിവാഹം കഴിച്ച് പല ആളുകളും ഇന്ന് ജീവിക്കുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ പാവപ്പെട്ട ഉമ്മമാരോട്, സ്ത്രീകളോട്, പെങ്ങന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് നിങ്ങളുടെ സ്നേഹം നടിച്ച് നിങ്ങളെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം പറഞ്ഞ് നിങ്ങളുടെ പിന്നാലെ കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെക്കുറിച്ച് പഠിക്കുക. എന്തോരം കേസുകളാണെന്നറിയോ രഹസ്യമായി വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ, അതല്ലെങ്കിൽ പ്രണയം നടിച്ച് ശരീരം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തി 5, 6 വർഷം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് ചവറ്റുകൊട്ടയിലേക്ക് വേപ്പിൻ്റെ ഇല വലിച്ചെറിയുന്നത് പോലെ വലിച്ചെറിഞ്ഞു പോയ എത്ര പെങ്ങന്മാരെ കഥ എനിക്കറിയാം. എത്ര പെൺകുട്ടികളെ കഥ എനിക്കറിയാമെന്നറിയോ? ഇവിടെ വന്നിട്ട് വിവാഹം കഴിക്കാൻ വീട്ടുകാർ നിർബന്ധിക്കുന്നു ഉസ്താദെ, പക്ഷെ ഒരാളെ മുന്നിൽ കഴുത്ത് നീട്ടാൻ എനിക്ക് പറ്റൂല, കാരണം എൻ്റെ ശരീരം വളരെ മലിനമായി പോയി. എന്താ കാരണം? മറ്റുള്ളവരുമായിട്ട് ശാരീരികമായിട്ട് ഇഷ്ടത്തിലായതിനു ശേഷം ശാരീരികമായി ഒരുപാട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അതിൻ്റെ പേരിൽ മറ്റൊരുത്തൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടാൻ മടിച്ച് നടക്കുന്നവർ ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളെ ശരീരം, ഇസ്ലാം എന്തിനാണ് നിങ്ങളുടെ ശരീരം ഇത്രമാത്രം മറക്കാൻ പറഞ്ഞത്? അത് പറയുമ്പോൾ പല ആളുകൾക്കും പല കമൻറ്റും പറയാനുണ്ടാവും. മൂടി പുതച്ച് നടക്കുന്നത്, നമ്മൾ മിഠായി കവറ് കൊണ്ട് നടക്കുന്നത് പോലെ മൂടി പുതച്ച് കൊണ്ട് നടക്കണം നിങ്ങളുടെ ശരീരം. കാരണം ഒരു മിഠായി കവറ് തൊലിച്ച് പുറത്ത് വെച്ചാൽ ഒരുപാട് ഉറുമ്പുകൾ അത് വന്ന് കഴിക്കും എന്നതുപോലെയാണ് നിങ്ങൾ ശരീരം കാണിച്ച് നിങ്ങളുടെ അഴകും സൗന്ദര്യം നിങ്ങൾ പുറത്ത് കാണിച്ച് നടക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ തിന്നാൻ ഒരുപാട് ആളുകൾ പിന്നാലെ കൂടും. അത് സ്നേഹം കൊണ്ടാവണമെന്നില്ല,
ഈ ഒരു മധുരം മിഠായി കഴിക്കുന്ന ഉറുമ്പുകളെ പോലെ ഇത് നുണയുമ്പോഴുണ്ടാകുന്ന സുഖത്തിനും സന്തോഷത്തിനും മാധുര്യത്തിനും വേണ്ടി മാത്രം കൂടെ കൂടിയ ആളുകളുണ്ടാവും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ ജീവിതമാണ്. മറ്റൊരാളുടെ മുന്നിൽ കൊണ്ട് അടിയറവ് വെച്ചതിന് ശേഷം എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ആളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞതുകൊണ്ടോ, അള്ളാഹുവിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ, ഇസ്ലാമിനെ കുറ്റം പറഞ്ഞതുകൊണ്ടോ, ഖുർആനും ഹദീസിനുമെതിരെ സംസാരിച്ചത് കൊണ്ടോ നിങ്ങളുടെ പ്രശ്നം തീരൂല. അള്ളാഹു അഖ്ല് ബുദ്ധി തന്നിട്ടുണ്ട്. നല്ലവണ്ണം ചിന്തിക്കുക, ആലോചിക്കുക, പക്വതയോടുകൂടി തീരുമാനിക്കുക. ഒരാൾ വന്ന് സ്നേഹം പറയുമ്പോഴേക്ക് നിങ്ങളെടുത്ത് ചാടാതിരിക്കുക. ഇത്രയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ലൈവായിട്ട് കണ്ടിട്ട് ഇനിയും പഠിക്കാത്ത മനസ്സിലാകാത്ത എൻ്റെ ഉമ്മ പെങ്ങന്മാർ സഹോദരിമാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ആങ്ങള പറയുന്നത് പോലെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് പഠിക്കുക, അത് നിങ്ങൾ മാനിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. നിങ്ങളെ മുന്നിൽ പറയാൻ പറ്റുന്നതായ അനുഭവങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുന്നിലെത്തിക്കും. ഇൻഷാ അല്ലാഹ് ഇന്ന് അമലൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് നാളെ നല്ലൊരു അമൽ പറയാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നെ കാണാൻ വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ബുധനും വ്യാഴവും വിളിച്ചിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പം എങ്ങനെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പബ്ലിസിറ്റിയിൽ ഉസ്താദ് ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾ പറയണം. ചില ആൾ പറയും ഉസ്താദ് നിങ്ങളിത് പറയണം, കാരണം ജനങ്ങളിത് അറിയണം, ഇങ്ങനെയും സംഭവങ്ങളുണ്ട് എന്ന് അറിയണമെന്ന് വന്ന് പറയുന്ന ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് പറയാനും ജനങ്ങളെ മുന്നിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എൻ്റെ നാവിലൂടെ ഇർബദ് മീഡിയയിലൂടെ എൻ്റെ പ്രേക്ഷകരുടെ ഒരുപാട് അനുഭവങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് നല്ല നല്ല അമലുകളും പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.